ഞാനിന്ന് ഇടിയപ്പം രാവിലെ ഉണ്ടാക്കി. അതിനുശേഷം വന്ന മാവാണ്, ഇത്രയും മാവുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതൊന്ന് കുറച്ച് ജീരകവും കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് നമ്മൾക്കിത് മുറുക്ക് പോലെ അല്ലെ ഏത് ഷേപ്പിൽ വേണോ ആ രീതിയിൽ ചെയ്യാം. ഞാനപ്പോൾ ഗണ്ണ് പോലത്തെ ഇടിയപ്പത്തട്ടാണ്, ഇടിയപ്പം അച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സ്റ്റാർ മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറുക്കിൻ്റെ ഒരു മോഡലാണ്. അങ്ങനെ പല മോഡലുകളുണ്ടല്ലോ, പല അച്ചുകളുണ്ടല്ലോ. അത് ഏത് അച്ചാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള അച്ച് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് ഇതുപോലെ നമുക്ക് പല അച്ചുകൾ കിട്ടും. ഈ ഗണ്ണ് പോലത്തെ ഇത് വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ പല അച്ചുകളുണ്ട്, കണ്ടോ, പല ഡിസൈനിലുള്ള അച്ചുകളുണ്ട്. അപ്പോൾ ഈ അച്ചുകളിൽ ഏത് മോഡലാണോ വേണ്ടുന്നത് ആ മോഡൽ എടുത്തിട്ട് നമുക്ക് മുറുക്ക് പോലെ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം മുറുക്കിൻ്റെ ആ സ്റ്റാർ അച്ചാണ് എടുക്കുന്നത്. ആ അച്ചെടുത്തിട്ട് നമുക്ക് മുറുക്ക് വറക്കുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇതാ നമ്മുടെ അച്ച്, നമ്മുടെ ഗണ്ണ്. ഈ ഗണ്ണ് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വെട്ട് കണ്ടോ, ഈ വെട്ടും ഈ ആരവുമായിട്ട് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾക്കിത് ശരിക്കും ചെയ്യാൻ പറ്റുക. ഇത് കണ്ടോ, ഇനി ഇതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഷേപ്പിലുള്ള കണ്ടോ മുറുക്ക് കിട്ടുന്നു. കണ്ടോ, ഇനി നമുക്കിതെല്ലാം ഇതേപോലെ പ്രസ് ചെയ്ത ശേഷം നമുക്ക് വറക്കാം. നമ്മൾ ഓൾറെഡി ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഒരു സെറ്റ് കൂടെ ചെയ്യാനുണ്ട്. മീൻ ടൈം ഞാൻ എണ്ണ ഒഴിച്ച് അതൊന്ന് വറക്കാൻ വെക്കുക. കാരണം എന്തായാലും വറക്കുമ്പം നമ്മൾക്ക് സമയമെടുക്കും. അപ്പോൾ അത് ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞ് ഞാൻ എണ്ണ ഒഴിച്ച് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതാ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ്. ഞാൻ ഈ എണ്ണ ഇച്ചിരി കൂടുതൽ എടുത്തെന്ന് വെച്ചാൽ ഇതിന് ശേഷം ഞാൻ മീൻ വറക്കാൻ പോവുകയാണ്. അപ്പോൾ അതോട് ചേർത്തുള്ള എണ്ണ എടുത്ത്, അപ്പോൾ ഇത് മുങ്ങിയും കിടക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് മീൻ വറുത്തെടുക്കാനുള്ള കറക്റ്റ് എണ്ണയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് തിളച്ച് വന്നിട്ട് ഓരോന്നായിട്ട് കുറച്ച് ഒരു കൈ, അതായത് ഒരു കൈ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് നമ്മൾ എരിവ് താല്പര്യമുള്ളവർ, എരിവ് ഇഷ്ടമുള്ളവർ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ മസാല സ്പൈസ് അങ്ങനെ എന്തെങ്കിലും മസാലകൾ വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിതാ ഇത് ഒരു കൈ ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് വറുത്ത ശേഷം വരാം. നമ്മളുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി മുറുക്കാണ്, കേൾക്കുമ്പോൾ അറിയാം. നല്ല ക്രിസ്പി, നല്ല ഹോട്ട്, നല്ല ചൂടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. നമുക്ക് കുട്ടികൾക്ക് ഈ വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിലും നല്ലത് വീട്ടിൽ തന്നെ ഇതുപോലെ ഉള്ള പൊടിക്കൈകൾ ചെയ്താൽ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ. അപ്പോൾ ഒരു 11 മണിക്കുള്ള സമയം, ഈ ശനി ഞായറുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരും കളിക്കുന്ന കൂട്ടത്തിൽ ഇതും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിക്കുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും, നൂഡിൽസും അങ്ങനെയുള്ള വെളിയിൽ നിന്നുള്ള സാധനങ്ങൾ കഴിക്കുന്നതിലുപരിയായിട്ട്. അപ്പം ബാക്കി വന്ന എണ്ണയിൽ നമ്മൾ ഫിഷും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ഒരു വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.